ലോക രക്തദാനത്തിന്റെ ഭാഗമായി സൗദി റിയാദിലെ ഒഐസിസി കമ്മിറ്റി ജനകീയ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. ക്യാമ്പിൽ 100 കണക്കിന് പേർ രക്തം ദാനം ചെയ്തു. ഒരു തുള്ളി രക്തത്തിലൂടെ ജീവൻ പകരുന്നവരുടെ മനുഷ്യ മഹാസംഗമമായി ക്യാമ്പ് മാറി. മിഡിൽ ഈസ്റ്റ് ബ്യൂറോയുടെ റിപ്പോർട്ട്. പ്രവാസി സമൂഹത്തിന്റെ ഐക്യത്തിന്റെയും സേവന മനോഭാവത്തിന്റെയും മറ്റൊരു ദിനമായി രക്തദാന ക്യാമ്പ് മാറി. ക്യാമ്പിൽ 100 കണക്കിന് പേർ രക്തം ദാനം ചെയ്തു. റിയാദ് ഒഐസിസി സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ജനകീയ രക്തദാന ക്യാമ്പ് ഇതോടെ ശ്രദ്ധേയമായി. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെയും റിയാദ് സെൻട്രൽ ബ്ലഡ് ബാങ്കിന്റെയും പങ്കാളിത്തത്തോടെ ഷുമൈസി ആശുപത്രിയിലാണ് ക്യാമ്പ് നടന്നത്. റിയാദ് ഇന്ത്യൻ എംബസിയിലെ പൊളിറ്റിക്കൽ ആൻഡ് പ്രസ് ഇൻഫർമേഷൻ കൗൺസിലർ ഷാരിഖ് ബദർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രോഗ്രാം ചെയർമാൻ ഷിഹാബ് കൊട്ടുകാട് അധ്യക്ഷത വഹിച്ചു. ജനറൽ കൺവീനർ മാത്യു ജോസഫ് ആമുഖ പ്രഭാഷണം നടത്തി. റിയാദ് സെൻട്രൽ ബ്ലഡ് ബാങ്ക് ഡയറക്ടർ ബദർ അൽ അലി, റിയാദ് ലബോറട്ടറിയിലെ ചീഫ് ബ്ലഡ് ബാങ്ക് സ്പെഷ്യലിസ്റ്റ് ഖാലിദ് ഇബ്രാഹിം സിബായി, ഒഐസിസി റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് സലീം കളക്കര, ഡോക്ടർ മുഹമ്മദ് ഇദ്രീസ്, ഒഐസിസി വർക്കിംഗ് പ്രസിഡന്റ് നവാസ് വെള്ളിമാടക്കുന്ന്, ജനറൽ സെക്രട്ടറി സുരേഷ് ശങ്കർ, വനിതാവേദി പ്രസിഡന്റ് മൃദുല വിനീഷ് വേണുഗോപാൽ, ഷെരീഫ് ഷബുർജി എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കോർഡിനേറ്റർ ഷംനാദ് കരുനാഗപ്പള്ളി സ്വാഗതവും ട്രഷറർ സന്തോഷ് വിളയിൽ നന്ദിയും പറഞ്ഞു. രക്തം ദാനം ചെയ്തവർക്ക് പിന്നീട് സർട്ടിഫിക്കറ്റുകൾ സമ്മാനിച്ചു. ജയ്ഹിന്ദ് ന്യൂസ്, റിയാദ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East This Week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.